ഞാൻ കുളിക്കൽ പുഴയില. ആഹാ. ആ പുഴയിൽ കുളിക്കലും അവിടെ നീന്തി നീന്തി അക്കരക്ക് കിടക്കും, തിരിച്ചു കിടക്കും, പിന്നെ വഞ്ചി കുത്തി പോകും. അതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹോബി. മീൻ പിടിക്കാൻ പോകും. മീൻ പിടിക്കാൻ പോകും, ചൂണ്ടല്. ഇപ്പൊ എറണാകുളത്ത് എവിടെയാ താമസിക്കുന്നത്? പാലാരിവട്ടത്ത്. പുഴ എന്ന് പറയുമ്പോൾ കുറെ ദൂരം ഇല്ല, അത് കഴിഞ്ഞിട്ട് ആ കാണുന്നത് അല്ലേ? ഓക്കെ, ഞങ്ങളിപ്പോ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളാം. പിന്നെ അന്നത്തെ കാലത്തെ ഒരു മെയിൻ സംഗതി ആയിരുന്നു വീട്ടിൽ വരുമ്പോൾ വരുന്നവർക്ക് താമസിക്കാനും, ചിലപ്പോ ഡ്രൈവർമാരൊക്കെ താമസിക്കില്ല ഇവിടെ. ഗസ്റ്റ്, നമ്മളെ ഗസ്റ്റ് ഉണ്ടെങ്കിലേ ഗസ്റ്റിന് അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട് ഹൗസുകളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഈ മാവിന് 40 കൊല്ലം പഴക്കം അല്ലേ? ഓക്കെ, അപ്പോഴൊക്കെ ഇവിടെ ആള് താമസം ഉണ്ട്. ഏത് വർഷമാണ് ഇവിടെ താമസം ഇല്ലാണ്ടായത്? 2010 മുതൽ. 2010 വരെ ആള് താമസം ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് പുഴ കാണാം. ഇതൊക്കെ ഇവരുടെ സ്ഥലം തന്നെയാണ്. മാവും പ്ലാവും അങ്ങനെ പുഴവക്കത്തെത്തുന്നു നമ്മള്. ഓ, ഡോക്ടർ ഒരു ഭാഗ്യം നോക്കി, തൊട്ടടുത്ത് തന്നെ പുഴ. നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഇവിടെ തോടുണ്ട്. ശരിക്കും നമ്മുടെ പഴയകാല മലയാളി ജീവിതങ്ങളുടെ ഒരു സുഖം ഇതായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് മോഡേണിറ്റി, ആധുനികത, അങ്ങനെ സിറ്റി ലൈഫ് കാര്യങ്ങൾ, അതിൻ്റെ രസങ്ങൾ മിസ്സാവുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു വീട്ടിൽ ജനിച്ചു വളർന്നവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്